ഇറങ്ങിപ്പോകുന്ന പോക്കിൽ പ്രഖ്യാപിച്ച് ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ സർക്കാർ നടപടി പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും കണ്ണിൽ പൊടിയിടുന്നതായി തട്ടിക്കൂട്ടുന്നതാണെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ അസോസിയേഷൻ തൃക്കരിപ്പൂർ നിയോജക മണ്ഡല കൺവെൻഷൻ ആവശ്യപ്പെട്ടു. വെറും 3 മാസം കൊണ്ട് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പണം അസാധ്യമാണെന്നിരിക്കെ കേരള സർക്കാർ നടത്തിയത് തട്ടിപ്പാണെന്ന് KSSPA ആരോപിച്ചു. കഴിഞ്ഞ 9 വർഷമായി പെൻഷൻകാരുമായി യുദ്ധം നടത്തിയ LDF സർക്കാർ പുതുതായി വരുന്ന സർക്കാരിന്റെ ചുമലിൽ പെൻഷൻ പരിഷ്കരണം ഇടാനുള്ള തന്ത്രമാണ് ഇപ്പോൾ കൈക്കൊണ്ടതെന്നും കൺവെൻഷൻ അംഗീകരിച്ച പ്രമേയത്തിൽ പറഞ്ഞു. ചെറുവത്തൂർ ഫാർമേഴ്സ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ DCC ജനറൽ സെക്രട്ടറി P. കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടനക്കുറിച്ച് തന്നെ ഈ രീതിയിലുള്ള സമ്പ്രദായമില്ല. ഇത് നിങ്ങൾ കാര്യക്കുട്ടി തന്നെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ഓരോ കൊല്ലം കൂടുമ്പോഴും ഈ സംഘടനയുടെ തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു സ്വഭാവം അത് കൃത്യമായി നടത്തുന്നത്. അത് മാത്രമല്ല പെട്ടെന്ന് വരുന്ന ആളുകളെ ആ വരവേറ്റ് വരുന്ന അവർ ചടങ്ങുകൂടി നിർവഹിക്കുന്നത് അതൊക്കെ തന്നെ എല്ലാവർക്കും ഏറ്റവും വേദനിക്കുന്ന ഒരു സംഭവമാണ്. അത്രയും അടുത്ത കാലത്തായി ചീഫിന്റെ ഒരു പ്രധാനപ്പെട്ട അവരുടെ ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്ന സമയം പറഞ്ഞു, നിങ്ങളുടെ ദേശത്തിന് വളരെ ഗംഭീരമായ പരിപാടി നടത്തുന്നുണ്ടല്ലോ, നിങ്ങളുടെ ക്ലസ്റ്ററിംഗ് നടത്തിയ സമരം, നിങ്ങളുടെ താലൂക്ക് ഓഫീസിൽ നടത്തിയ സമരം, ഈ സമരങ്ങളൊക്കെ തന്നെ ജനങ്ങളുടെ ചർച്ചാ വിഷയമായിരുന്നു. പെൻഷൻ പറ്റിയ ഉദ്യോഗസ്ഥന്മാർ, അധ്യാപകന്മാർ ഇവരൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ 10-30-35 കൊല്ലക്കാലം അവർ സർവീസിൽ ജോലി ചെയ്തു. നിയോജകമണ്ഡലം പ്രസിഡന്റ് രവീന്ദ്രൻ കൊക്കോട അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PC സുരേന്ദ്രൻ നായർ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ P. ദാമോദരൻ നമ്പ്യാർ, KM വിജയൻ, ജില്ലാ ട്രഷറർ ചന്ദ്രൻ നാലപ്പാടം, നിയോജകമണ്ഡലം സെക്രട്ടറി PK സത്യനാഥൻ, ട്രഷറർ C. രാധാകൃഷ്ണൻ മാസ്റ്റർ, പത്മനാഭൻ പലേരി, ലിസമ്മ ജേക്കബ്, KM വിജയൻ, CP ഉണ്ണികൃഷ്ണൻ, E. മോഹനൻ, KV ദാമോദരൻ, P. നാരായണൻ എന്നിവർ സംസാരിച്ചു. യക്ഷഗാന കലയ്ക്ക് നൽകിയ സേവനങ്ങൾ പരിഗണിച്ച് നാടൻ കലാ അക്കാദമി അവാർഡ് നേടിയ KK പിഷാരടിയെ കൺവെൻഷനിൽ അനുമോദിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.